നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് 108 ആംബുലൻസ് എംപ്ലോയീസ് യൂണിയൻ CITയുടെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്കും സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തി. ജീവനക്കാർക്ക് ജൂൺ മാസത്തെ ശമ്പളം ലഭിക്കാത്തതിൽ കമ്പനിക്കെതിരെ സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജീവനക്കാർക്ക് ജൂൺ മാസത്തെ ശമ്പളം നാളിതുവരെയായിട്ടും നൽകാതെ ഇന്ന് 23-ാം തീയതിയായിട്ടും എന്ന് നൽകുമെന്ന് പോലും കമ്പനി ഉറപ്പ് നൽകിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി സൂചന പണിമുടക്കും ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചുമാണ് നടത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന മാർച്ചും ധർണയും CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി 108 ആംബുലൻസിലെ ജീവനക്കാർ CITU നേതൃത്വത്തിൽ സംഘടനയുടെ ആഹ്വാന പ്രകാരം ശക്തമായ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ ഒരു പണിമുടക്ക് എന്നുള്ള നിലയിൽ സൂചനാ പണിമുടക്കിനും നിർബന്ധിതമായിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ശമ്പളം കിട്ടേണ്ടത് നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ 7-ാം തീയതിയായിരുന്നു. ഇന്ന് 21 ദിവസം കഴിഞ്ഞിട്ടും കിട്ടാത്തതുകൊണ്ടാണ് ഈ പ്രതിഷേധവുമായി വന്നത്. നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ഈ പ്രതിഷേധ മാർച്ചും ഇന്നത്തെ സൂചനാ പണിമുടക്ക് ഒരു ദിവസമാണ് പ്രഖ്യാപിച്ചതെന്നുണ്ടെങ്കിലും മണിക്കൂറുകൾ എടുത്തിട്ടുള്ള ഈ പണിമുടക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലയെ നല്ല വിധത്തിലേക്ക് മനസ്സിലാക്കേണ്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള മതിയായ സമയം കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചെന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനങ്ങൾ.